ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് ഏഷ്യയിൽ രണ്ട് വലിയ പ്രതിസന്ധികളാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. അതിൽ ഒന്ന് ഭക്ഷ്യക്ഷാമമാണ്, രണ്ടാമത്തേത് കുടിവെള്ള ദൗർലഭ്യമാണ്. ഈ കാലാവസ്ഥ തകിടം മറിയുന്നത് ആദ്യം ബാധിക്കുക അരിയെ ആണ് എന്ന് റിപ്പോർട്ടിലുണ്ട്. മഴ മാറുന്നത് മൂലം നെൽകൃഷി ആകെ താളം തെറ്റും. ചിലപ്പോ വെള്ളപ്പൊക്കത്തിൽ ചീഞ്ഞു നശിക്കും. അതല്ലെങ്കിൽ കാലം തെറ്റി വരുന്ന കൊടും വരൾച്ചയിൽ വരണ്ടുണങ്ങും. കൂടുതൽ പ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കിയില്ലെങ്കിൽ അരിക്ക് ക്ഷാമം നേരിടാം. ഏഷ്യയില് അരിയാണല്ലോ മുഖ്യ ഭക്ഷണം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണം. ശുദ്ധജലത്തിന്റെ ദൗർലഭ്യമാണ് മറ്റൊരു പ്രതിസന്ധി. ഉപ്പുവെള്ളം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു വരും. അതോടൊപ്പം തന്നെ ഈ ആവർത്തിക്കുന്ന വരൾച്ചയിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ടാകും. കാലാവസ്ഥ മാറ്റം എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ അട്ടിമറിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത്. തീർത്തും പ്രാദേശികം എന്ന് കരുതിയിരുന്ന വയനാട് ഉരുൾപൊട്ടലിനെ എടുത്തു പരാമർശിക്കുകയാണ് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ ഇത്തവണത്തെ റിപ്പോർട്ട്. അതും ഒരു അസാധാരണ നടപടിയാണ്. വയനാട് ദുരന്തത്തിന്റെ തീവ്രത ലോകത്തിന് മനസ്സിലായി എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ റിപ്പോർട്ട്. അപ്പോഴും മനസ്സിലാക്കേണ്ടവർ അതറിയുന്നില്ല എന്നുകൂടി ഈ റിപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നു. സ്പോർട്സിന്റെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.